ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി ഇന്ത്യൻ സിനിമയിലെ വിസ്മയ നടൻ. ഞാനല്ല പറഞ്ഞത്, ആദ്യമേ പറയാം. കാരണം എന്തു പറയുമ്പോഴും മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോഴും എല്ലാം ഞങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ടെന്ന് ആലോചിക്കണം. എത്ര പറഞ്ഞാലും കുറവാവില്ല മമ്മൂട്ടിയെക്കുറിച്ച്, അത് വേറെ കാര്യം. ഇത് പറഞ്ഞത് ഞാനല്ല, പ്രശസ്ത സംവിധായകൻ എന്ന് പറഞ്ഞാൽ അംബേദ്കർ സിനിമ സംവിധാനം ജബ്ബാർ പട്ടേലാണെന്ന് ആലോചിക്കണം. ജബ്ബാർ പട്ടേൽ വെറുതെ പറഞ്ഞതല്ല. മമ്മൂട്ടിയെ ജബ്ബാർ പട്ടേലിന് മുൻപ് പരിചയവും ഇല്ല, മമ്മൂട്ടിയുടെ പടങ്ങളും അധികം കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ജബ്ബാർ പട്ടേൽ ഈ അംബേദ്കറെ കുറിച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെയാണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ എല്ലാവിധ ഘടകങ്ങളും അനുകൂലമായി വന്നപ്പോഴാണ് ആരാണ് അംബേദ്കറെ അവതരിപ്പിക്കുക. വളരെ എളുപ്പമാണെന്നാണ് വിചാരിച്ചിരുന്നത്. അംബേദ്കറായിട്ട് അഭിനയിക്കാൻ ഹിന്ദിയിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിലുണ്ടല്ലോ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഹിന്ദിയിൽ നിന്നും ഒരാൾ പോലും ഈ റോളിൽ ആപ്റ്റായി ജബ്ബാർ പട്ടേൽ തോന്നിയില്ല. 700ഓളം പേരെയാണ് പരീക്ഷിച്ചത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ പരീക്ഷിച്ച് നോക്കി 700ഓളം പേരെയാണെന്നാണ് ജബ്ബാർ പട്ടേൽ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതെന്ന് ആലോചിക്കണം. അപ്പോൾ മമ്മൂട്ടി ഹിന്ദിയിൽ ആരുമായിരുന്നില്ല. മലയാള സിനിമയിൽ ഒരു കിരീടം വയ്ക്കാത്ത രാജാവാണ് എന്നുള്ള സത്യം തന്നെയാണ്. ആ ഇടയ്ക്കാണ് ഒരു മാഗസിൻ സിനിമ പ്രസിദ്ധീകരണത്തിൽ മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ അച്ചടിച്ച് കവറായിട്ട് വന്നത്. ഈ ഫോട്ടോ ജബ്ബാർ പട്ടേലിനെ കാണിച്ചു ചിലർ. അപ്പോൾ ജബ്ബാർ പട്ടേലിന് എവിടെയോ ഒരു സ്പാർക്ക് പോലെ ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെയാണ് ഈ മമ്മൂട്ടിയുടെ ഫോട്ടോ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ അംബേദ്കറുമായി താരതമ്യപ്പെടുത്തി ചെയ്തു നോക്കിയത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഓക്കെ, കുഴപ്പമില്ല, ശരിയാവാൻ സാധ്യതയുണ്ട്, പരീക്ഷിച്ച് നോക്കാം. പക്ഷെ ഇത് മമ്മൂട്ടി അറിയില്ലല്ലോ. മമ്മൂട്ടിയെ അറിയിക്കണം, മമ്മൂട്ടിയെ കാണണം, ഡേറ്റ് വാങ്ങണം, സമ്മതം വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ മമ്മൂട്ടിയെ കാണാനുള്ളൊരു അവസരമുണ്ടായി. മമ്മൂട്ടിയെ കാണാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു. അംബേദ്കറായിട്ടാണ് നായകനാവേണ്ടത്, അഭിനയിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യത്തിൽ മമ്മൂട്ടിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. ഓക്കെ, ഒരു വലിയ മഹാൻ്റെ റോളിലാണ് അഭിനയിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഒരു വലിയ മഹാൻ്റെ റോളിൽ അഭിനയിക്കാൻ മമ്മൂട്ടിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നു. അംബേദ്കറായിട്ട് അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയുടെ മുടിയുടെ കുറേ ഭാഗങ്ങൾ കളയേണ്ടി വരും. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, എനിക്ക് അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിപ്പോഴത്തെ ഒരേ സമയം 10 സിനിമകളിൽ നായകനായിട്ട് ചെയ്യുകയാണ്. അവിടെ ഈ മുടി ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ അത് മറ്റു സിനിമയ്ക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് എന്നെ ഒഴിവാക്കുക. അതല്ലെങ്കിൽ ഈ 10 സിനിമ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ സംവിധായകൻ ജബ്ബാർ പറയേണ്ടിയിരുന്നത് ഇത്രയാണത്. അതൊന്നും പറ്റില്ല, ഇതെല്ലാം തീരുമാനമായതാണ്. കേന്ദ്ര ഗവൺമെൻറ് പണ സഹകരണത്തോടെ ചെയ്യുന്നത്. അവർ ഡേറ്റ് തന്നിട്ടുണ്ട്, ആ ഡേറ്റിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങണം, ഒരു ഡേറ്റിനുള്ളിൽ അവസാനിപ്പിക്കണം, ഇതെല്ലാം ചെയ്യേണ്ടതാണ്. മാത്രമല്ല അടുത്ത മത്സരത്തിൽ ദേശീയ അവാർഡ് മത്സരത്തിന് അയക്കേണ്ട സിനിമയാണ്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞു. ഒടുവിൽ കുറേ നിർബന്ധത്തിന് വഴങ്ങി കുറേ സിനിമകൾ മാറ്റിവെച്ചുകൊണ്ട് മമ്മൂട്ടി ഇതിന് തയ്യാറായി എന്ന് ആലോചിക്കണം. മമ്മൂട്ടി അങ്ങനെ തയ്യാറായപ്പോഴും ജബ്ബാർ പട്ടേലിൻ്റെ മനസ്സ് അങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണത്. കാരണം ഇതൊക്കെ ഓക്കെ ആണെങ്കിലും ഈ യഥാർത്ഥ പെർഫെക്ഷനിലേക്ക് മമ്മൂട്ടിയെ കൊണ്ടുവരാൻ കഴിയുമോ? അതായത് ഈ അംബേദ്കർക്ക് കുറേ മാനറിസങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ആ മാനറിസങ്ങളിലേക്ക് മമ്മൂട്ടിയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഈ സിനിമയുടെ വൻ പരാജയങ്ങളിൽ ഒന്നായിരിക്കും ജബ്ബാർ തന്നെ പറഞ്ഞു. അപ്പോൾ മമ്മൂട്ടി ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ഞാൻ മാക്സിമം എൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ അഭിനയം അത് ഞാൻ ചെയ്തേക്കാം. അപ്പോൾ ജബ്ബാർ മറ്റൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും നല്ല അഭിനയമല്ല ഇവിടെ ആവശ്യം. അംബേദ്കറുമായിട്ട് എങ്ങനെ യോജിച്ചു പോകും? അംബേദ്കറിൻ്റെ ന്യൂനതകൾ ഈ നടനിലുണ്ട് എന്ന് പറയിപ്പിക്കാതെയുള്ള അഭിനയ ശൈലിയാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞു.
മമ്മൂട്ടി പിന്നെ ആ ദിവസം മുതൽ, അതാണ് ആലോചിക്കേണ്ടത്, ആ ദിവസം മുതൽ അംബേദ്കർ റോളിൽ അഭിനയിക്കാൻ വേണ്ടി എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാമോ, എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കാമോ, അത്രയും ത്യാഗം സഹിച്ചുകൊണ്ടാണ് മമ്മൂട്ടി അംബേദ്കറായിട്ട് അഭിനയിക്കാൻ പോയതെന്ന് ആലോചിക്കണം. അപ്പോൾ ഓരോ ദിവസവും ഷൂട്ടിംഗ് കഴിയുമ്പോഴും ജബ്ബാർ പട്ടേൽ സന്തോഷവാനായിരുന്നു. താൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ 10 മടങ്ങ് മനോഹരമായി അംബേദ്കർ റോളിൽ മമ്മൂട്ടി ശോഭിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ എവിടെയും ഈ സിനിമ പ്രദർശിപ്പിക്കാം, ലോകത്തിന് മുന്നിൽ ഇതാ ഞങ്ങളുടെ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാൻ ഇതൊരു നടൻ എന്ന് പോലും പരസ്യമായി ലൊക്കേഷനിൽ ജബ്ബാർ പട്ടേൽ പറഞ്ഞു എന്നുള്ളതാണ് മമ്മൂട്ടി എന്ന നടന് കിട്ടിയ ഏറ്റവും വലിയ പ്രശംസ എന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴും ചില പ്രത്യേക രംഗങ്ങളുണ്ട്. കാരണം അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല നേതാക്കന്മാരും വരേണ്ടി വരും. ആ നേതാക്കന്മാരുടെ ഔചിത്യം അല്ലെങ്കിൽ ആ നേതാക്കന്മാരുടെ പേര്, പ്രശസ്തി എല്ലാം ഇങ്ങനെ ഉയർന്നു തിളങ്ങി നിൽക്കുമ്പോൾ അംബേദ്കർ ഒട്ടും മോശക്കാരനാവില്ല. ഒരു ഘട്ടത്തിൽ ജബ്ബാർ പട്ടേൽ പറഞ്ഞു, ഞാൻ തകർന്നു പോകുമോ എന്ന് വിചാരിച്ച ചില സീനുകളുണ്ട് ഇവിടെ. അതായത് മഹാത്മാഗാന്ധിജിയും മറ്റു രാഷ്ട്രീയ നേതാക്കളുമായി അംബേദ്കർ സംസാരിക്കുന്നു, ഉറക്കെ സംസാരിക്കുന്നു, തർക്കമുണ്ടാകുന്നു. ഈ ഘട്ടങ്ങളിലേക്കുള്ള ഈ അംബേദ്കറുടെ ക്യാരക്ടർ എങ്ങനെ തകർന്നു പോകുമോ, ആ മമ്മൂട്ടി ഇല്ലാതാകുമോ എന്നൊക്കെ ഭയന്നു പോയ നിമിഷങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെയെല്ലാം അഭിനയത്തിന് മിതത്വം പാലിക്കാൻ മമ്മൂട്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഘട്ടം കഴിഞ്ഞപ്പോൾ ശരിക്കും ജബ്ബാർ പട്ടേൽ കൈയടിച്ചു പോയി എന്നാണ് പറയുന്നത്. കാരണം ഒരു ക്രിട്ടിക്കൽ മൂമെൻറ്റ്സ് ആയിരുന്നു ചില രംഗങ്ങളെല്ലാം. ആ രംഗങ്ങളിൽ പോലും പതറാതെ മിതത്വത്തോടെ മമ്മൂട്ടി അഭിനയിച്ചു എന്നുള്ളത് ഒരു വലിയ പ്രോജക്റ്റിൻ്റെ വിജയത്തിന് സഹായിച്ചു എന്ന് ആലോചിക്കണം. അത് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞു, ദേശീയ അവാർഡ് മത്സരത്തിൽ അയച്ചു, ഏറ്റവും നല്ല നടനായി അംബേദ്കറായിട്ട് അഭിനയിച്ച മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തു, സിനിമയ്ക്ക് എല്ലാവിധ അവാർഡുകളും കിട്ടി എന്നാലോചിക്കണം. എന്നിട്ട് സംഭവിച്ചത് എന്താണ്? ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും വലിയൊരു മഹാൻ്റെ സിനിമ, ഇന്ത്യയുടെ ഭരണഘടന എഴുതി ചേർത്ത മഹാൻ്റെ സിനിമ കാണാൻ പലർക്കും ഭാഗ്യം കിട്ടിയില്ല. അങ്ങനെ നിർഭാഗ്യവുമായൊരു സംസ്ഥാനമാണ് കേരളമെന്ന് ആലോചിക്കണം. മലയാളിയായ പ്രിയങ്കരനായ മമ്മൂട്ടി അവതരിപ്പിച്ച ആ സിനിമ കാണാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നാലോചിക്കണം. അതിൻ്റെ രാഷ്ട്രീയത്തിന് പല പ്രത്യാഘാതങ്ങളുണ്ടായിട്ടുണ്ട്. ആ സിനിമ പുറത്തു വന്നാൽ ചില സംഭവങ്ങളുണ്ടായി. ചില നേതാക്കന്മാരെ നമ്മൾ കരിവാരി തേക്കുന്ന പോലെ തോന്നുമെന്നാണ് പറഞ്ഞത്. അന്ന് ചിലരൊക്കെ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയമായ വൈരാഗ്യമാണ് എന്നുള്ളത്. രാഷ്ട്രീയ വൈരാഗ്യമാകാൻ അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴാണ് ഈ സിനിമ കളിക്കണ്ട എന്ന് തീരുമാനിച്ചത്. കാരണം അതിൽ ഗാന്ധിജിയെയും മറ്റു നേതാക്കന്മാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട സീനുകൾ കുറേ ഉണ്ടായിരുന്നു. സെൻസർ അനുമതി ലഭിച്ചതാണെങ്കിലും അത്തരം രംഗങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ ഈ നേതാക്കന്മാരുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ മാറ്റം വരും. അവിടെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന അംബേദ്കർ ആയിരിക്കും. അങ്ങനെ അംബേദ്കറെ ഉയരത്തിൽ നിർത്തിക്കൊണ്ട് മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ ഗാന്ധിജി അടക്കം താഴേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല എന്നൊരു കപടമായ തീരുമാനത്തിൻ്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അംബേദ്കറെ നമുക്ക് പല സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ കഴിയാതിരുന്നത്. ഇപ്പോഴും പല സദസ്സുകളിലും വെച്ച് അഭിമാനത്തോടെ ജബ്ബാർ പട്ടേൽ പറയും, ഞാൻ പല സിനിമകളും ചെയ്തിട്ടുണ്ട്, പല നടന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷേ മമ്മൂട്ടിയെപ്പോലെ വിസ്മയം കാഴ്ചവെച്ച ഒരു നടനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ജബ്ബാർ പട്ടേൽ പറയുമ്പോൾ നമുക്ക് മമ്മൂട്ടിയെ എതിരഭിപ്രായമുള്ളവർക്ക് പോലും കൈയടിച്ചുകൊണ്ട് പറയാൻ പറ്റും, അതെ മമ്മൂട്ടി മലയാളിയാണ്. ജബ്ബാർ പട്ടേൽ പറഞ്ഞ പോലെ ആ മനുഷ്യൻ ഒരു വിസ്മയം തന്നെയാണ്, മനുഷ്യൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും.